ഓ നാരായണായ. ദശകം 2 ശ്ലോകം 1. സൂര്യസ്പർദ്ധികിരീടമോദതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രമാദഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യോന്മകരാപകുണ്ടലയുഗം കണ്ഠോജ്വലോത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. ശ്ലോകം 2. കേയൂരാംഗദകങ്കണോത്തമമഹ രത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്കസംഗദഗദ ശങ്കാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദുദിവദാം മൂർത്തിം തവാർത്തിച്ചിതം. ശ്ലോകം 3. യത്രൈലോകമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യദുര്യാദവീ സൗന്ദര്യോത്തരതോപി സുന്ദരതരം തുദ്രൂപമാശ്ചര്യഃ ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. നമസ്തേ. ദശകം 2 നാരായണീയത്തിലെ ദശകം 2 ഭഗവാന്റെ ആ ധ്യാനസ്വരൂപത്തെയാണ് വർണ്ണിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദശകമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ദേവതയുടെ ആ രൂപം, അത് പാദാദികേശം നമ്മുടെ ആ മനസ്സിലേക്ക് കടന്നു വരണം. ഒരു ഫോട്ടോ എടുക്കുന്ന പോലെയാണ്. പാദത്തിൽ നിന്ന് വേണം ഇഷ്ടദേവതയുടെ തുടങ്ങാനായിട്ട്. കണങ്കാല്, തുടക, അരക്കെട്ട്, വയറ്, നെഞ്ച്, കഴുത്ത്, പിന്നെ കൈകൾ, അതുപോലെ മുഖം, തലമുടി, ഇങ്ങനെ ഈ അടിസ്ഥാനത്തിലാണ് ധ്യാനം തുടങ്ങേണ്ടത് എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഭഗവാന്റെ ആ ധ്യാനസ്വരൂപം ഭക്തന്മാർക്ക് വേണ്ടി വളരെ ഭംഗിയായിട്ട് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് വിശദീകരിക്കുകയാണ്. അതിലാദ്യം തന്നെ ആ കിരീടം, അതായത് കേശന്ന് പാദത്തിലേക്കാണ്, മുകളിൽ നിന്ന് താഴെ, അതായത് തലയിൽ നിന്ന് താഴോട്ടാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ സൂര്യസ്പർദ്ധി കിരീടം എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ തുടക്കം തന്നെ. സൂര്യനേക്കാളും ശോഭയോടുകൂടിയ കിരീടം എന്നാണ്. ഭഗവാന്റെ കിരീടത്തിന് സമാനമല്ല സൂര്യൻ്റെ പ്രകാശം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ സൂര്യന് സമമായ ആ പ്രകാശത്തോടു കൂടിയത്. 2 തരത്തിലത് വ്യാഖ്യാനിക്കാം. മറ്റൊരു സൂര്യൻ എന്ന അർത്ഥത്തിലാണ്. സൂര്യനേക്കാളും ശോഭയോടുകൂടിയ കിരീടം. ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം, മേൽപോട്ടേക്ക് ചാർത്തിയ പൊട്ടുമൂലം മിന്നിത്തിളങ്ങുന്ന നെറ്റിത്തടം. അപ്പോൾ ഭഗവാൻ കളഭക്കുറി ചാർത്തിയിരിക്കുന്നത് നേരെ മുകളിലോട്ട് ഗോപിക്കുറി പോലെ മേലോട്ടാണ് വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിന്നിത്തിളങ്ങുകയാണ് ആ ഗോപിക്കുറി കൊണ്ട്. കാരുണ്യാകുല നേത്രം, ആ കണ്ണ് കണ്ടാൽ നമുക്ക് മുഴുവനും ആ ദയ, കാരുണ്യം, ആ വികാരമല്ലേ നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ്. അതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ദയ, കാരുണ്യം ഒഴുകിക്കൊണ്ടിരിക്കുന്ന കണ്ണുകൾ. ആർദ്രഹസിതോല്ലാസം, എപ്പോഴും പുതിയതായി ചിരിക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്നു എന്നാണ്. അല്ലാതെ പുഞ്ചിരിച്ചങ്ങനെ ചിലവർ വളരെ നേരം അതേ ഭാവത്ത്, അതല്ല. ഓരോരുത്തരും കാണുമ്പോൾ തന്നോട് ചിരിച്ചുവല്ലോ, ആ പുഞ്ചിരിക്കൊരു പുതുമയുണ്ട് എപ്പോഴും എന്നർത്ഥം. പുതുമയുള്ള പുഞ്ചിരി, അതിൻ്റെ വശ്യപ്രകാശം. പുഞ്ചിരിക്കുമ്പോൾ ഒരു പ്രകാശം ഉണ്ടാവുന്നു എന്നുള്ളതും കൂടി അദ്ദേഹം എടുത്തു പറയുകയാണ്. സുനാസാപുടം, മൂക്കാണെങ്കിലോ മനോഹരം, അദീർഘമായ ആ
ഒരു എന്താ പറയുക, ആളുകളെ ആകർഷിക്കുന്ന ആ നാസിക മൂക്കാണ്. ഗണ്ഡോദ്യൻ മകരാഭകുണ്ടലയുഗം, ആ രണ്ട് കവിൾത്തടങ്ങളെപ്പറ്റി വർണ്ണിക്കുകയാണ്. അതായത് മനോഹരമായ കവിൾത്തടങ്ങളിൽ പ്രതിഫലിച്ച് വെട്ടിത്തിളങ്ങുന്ന മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള ചെവികൾ ധരിച്ച ഭൂഷണം. കർണാഭരണത്തെ പറ്റിയാണ് പറയുന്നത്. ആ ചെവിയിൽ തൂക്കിയിരിക്കുന്ന ആ ആഭരണമുണ്ടല്ലോ, അതിങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ്. ആ വെട്ടിത്തിളങ്ങുന്നത് എവിടെയാണ് പ്രതിഫലിക്കുന്നത്? രണ്ട് മനോഹരമായ കവിളുകളിലാണ്. അതിൽ നിന്ന് പ്രതിഫലിക്കുന്നു. ആ ഭക്തൻ്റെ മനസ്സിൽ നിന്ന് വ്യക്തമായിട്ട് നിൽക്കണ ആ രൂപം, അതാണ് അത്രയും വിശദീകരിക്കുന്നത്. മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലാണ് ആ കർണാഭരണമുള്ളത്. പിന്നെ കണ്ഠോജ്വലത് കൗസ്തുഭം, കഴുത്തിന് ശോഭ നൽകുന്ന കൗസ്തുഭ രത്നത്താലും, കൗസ്തുഭരത്നമാണ് അണിഞ്ഞിരിക്കുന്നത്, അതിൻ്റെ പ്രകാശം. പിന്നെ അതുകൊണ്ട് ആ കഴുത്തിന് നല്ല ശോഭയുണ്ട് എന്നർത്ഥം. വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം, വനമാല, മുത്തുമാലകൾ, മറുക്, ശ്രീവത്സം എന്നൊരു മറുകുണ്ടല്ലോ ഭഗവാന്റെ, അതൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്നു ആ നെഞ്ചിൽ. നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാൻ സാധിക്കുന്നതാണ്. തുദ്രൂപം, അങ്ങയുടെ രൂപം ആ വൈകുണ്ഠത്തിൽ എങ്ങനെയാണോ അങ്ങുള്ളത് അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ രൂപം കാണുമ്പോൾ. ഭഗവാന്റെ ആ തല മുതൽ ആ നെഞ്ചു വരെയുള്ള ആ ഭാഗത്തെയാണിപ്പോൾ വർണ്ണിച്ചിരിക്കുന്നത്. ആ കണ്ണുകളിലങ്ങനെ ആ കാരുണ്യം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു. ആ നെറ്റിത്തടം ആ ഗോപിക്കുറി കൊണ്ട് തിളങ്ങുന്നു. ആ രണ്ട് കവിൾത്തടങ്ങളും കർണാഭരണത്താൽ വെട്ടിത്തിളങ്ങുന്നു. അങ്ങനെയുള്ള അങ്ങയുടെ മനോഹരമായ രൂപം നോക്കിയാൽ കണ്ണെടുക്കാൻ പറ്റില്ല, അത്രയും ആകർഷണത്വമുണ്ട് എന്നാണ് ഭട്ടതിരിപ്പാടിൻ്റെ അഭിപ്രായം. സൂര്യശോഭ, സൂര്യൻ്റെ ശോഭയ്ക്ക് സമാനമായിട്ടാണ് ഭക്തൻ്റെ മനസ്സിൽ തറച്ചു നിൽക്കണ ആ രൂപം. അതാണ് അത്രയും നല്ല വാക്കുകൾ അവിടെ പ്രയോഗിക്കുന്നത് എന്നർത്ഥം. ആ വനമാലയും കൗസ്തുഭരത്നവും ആ ശ്രീവത്സം എന്ന മറുകും, അതൊക്കെ ഭഗവാന്റെ സൗന്ദര്യത്തെ എത്രയോ മടങ്ങ് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അടുത്ത ശ്ലോകത്തിൽ, ശ്ലോകം 2, കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത. ഇനി ഭഗവാന്റെ ആ കൈകളെപ്പറ്റി പറയാണ്. തോൾവള, അംഗതം എന്ന് പറയും, തോളിൽ ഒരു വള ധരിക്കും. അംഗതം തോളിനും കൈമുട്ടിനിടയിൽ ധരിക്കുന്ന വളയാണ്. ഒരു വള ഇവിടെ, പിന്നെ ഒന്ന് കൈമുട്ടിൻ്റെ അവിടെ ധരിക്കുന്നു. പിന്നെ വളകൾ കയ്യിൽ അണിഞ്ഞിട്ടുണ്ട്. അമൂല്യങ്ങളായ രത്നങ്ങൾ പതിച്ച മോതിരങ്ങൾ, ആ വിരലുകൾ നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും. ഒക്കെ അമൂല്യങ്ങളായ രത്നങ്ങളാണ് മോതിരങ്ങളായിട്ട് അണിഞ്ഞിരിക്കുന്നത്. ശ്രീമദ് ബാഹു ചതുഷ്ക സംഗതഗത ശംഖാരി പങ്കേരുഹാം, ഇവയാൽ അടയാളപ്പെട്ട മനോഹരമായ 4 തൃക്കൈകളിൽ ധരിച്ചിരിക്കുന്ന ശംഖ, ചക്ര, ഗദ, താമരപ്പൂ. 4 കൈകൾ ഉള്ളതായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. ചതുർഭുജനായിട്ടാണ് വിഷ്ണുവിനെ സങ്കല്പിച്ചിരിക്കുന്നത്, ഗുരുവായൂരപ്പനെ. അതിൽ ശംഖ്, ചക്രം, ഗദ, പൂ, ഇത് 4 കൈകളിലാണ് ധരിച്ചിരിക്കുന്നത്. കാഞ്ചന കാഞ്ചി ലാഞ്ചിതലസത് പീതാംബരാലംബനീം, പൊന്നരഞ്ഞാണ്, അരക്കെട്ടിനെ വർണ്ണിക്കുകയാണ് ഇപ്പോൾ. പൊന്നരഞ്ഞാണ്, ആ മഞ്ഞപ്പട്ടിൻ്റെ മുകളിൽ പൊന്നരഞ്ഞാണ് ബന്ധിച്ചിരിക്കുന്നു. പീതാംബരം മഞ്ഞപ്പട്ടാണ്. വിമലാംബുജദ്വിതിപദാം, നിർമ്മലമായ താമരപ്പൂവിന് സമാനമായി ശോഭിക്കുന്ന തൃപ്പാദങ്ങളോട് കൂടിയതും. ഭഗവാന്റെ കാലിൻ്റെ മുകൾ ഭാഗം നോക്കിയാൽ താമര സമാനമാണ്, അത്രയും മനോഹരമാണ് ആ കാല് എന്ന് പറയുന്നത്. ആർത്തിച്ഛിതം, ദുഃഖത്തെ ഇല്ലാതാക്കുന്നതും. കാഞ്ചിത്, അനിർവചനീയമായ മഹിമയേറിയതും. കാഞ്ചിത്. തവ, അങ്ങയുടെ മൂർത്തിയും അഹം ആലംബേ, വിഗ്രഹത്തെ ഞാൻ ആശ്രയിക്കുന്നു. ഇപ്പോൾ ഭഗവാന്റെ വിഗ്രഹത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ്.
അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള വിഗ്രഹം ശ്രീവൈകുണ്ഠത്തിലുള്ള ഭഗവാന്റെ അതേ രൂപം, അതേ ദേഹരൂപം അതുതന്നെയാണ് ഇവിടെയും ഉള്ളത്. വ്യത്യാസമൊന്നുമില്ല. അവിടെയാണ് ഗുരുവായൂരിനെ മേൽപ്പത്തൂർ വൈകുണ്ഠ സമാനമാക്കുകയാണ്. പലരും പറയും ഗുരുവായൂർ വാസ്തവത്തിൽ ഭൂലോക വൈകുണ്ഠം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ഇവിടെ മേൽപ്പത്തൂർ പറയുകയാണ്. അത് കണ്ടാൽ വൈകുണ്ഠത്തിൽ പോകേണ്ട, നമുക്ക് ഇവിടെ തന്നെ മതിയല്ലോ എന്ന് തോന്നിപ്പോകും എന്നാണ്. ഓരോ അവയവങ്ങളിലുള്ള ആഭരണങ്ങളുടെ തിളക്കം ഭഗവാനിൽ എത്രയോ മാറ്റ് വർദ്ധിപ്പിക്കുന്നു അതിൻ്റെ തിളക്കം. അതിങ്ങനെ ഭക്തൻ്റെ മനസ്സിലും തിളങ്ങണം എന്നാണ്, ആകർഷണീയമാക്കാം. അപ്പോൾ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയാൽ ക്യൂ നിന്ന് നമുക്ക് തൊഴാൻ കിട്ടുന്ന സമയം എത്ര സെക്കൻഡായിരിക്കും? 3 സെക്കൻഡോ 4 സെക്കൻഡോ. അല്ലെങ്കിൽ വാതിൽമാടത്തിൽ കയറിയാൽ അവിടെ നിൽക്കുമ്പോൾ കുറച്ച് ഉയരമുള്ള ആളാണെങ്കിൽ കുറച്ചും കൂടി ഉള്ളിലോട്ട് നോക്കിയാൽ ആ രൂപം കിട്ടും. എന്തൊക്കെ ആയാലും ഒരു മിനിറ്റ് പോലും നമുക്ക് കിട്ടുന്നില്ല. സെക്കൻഡ് മാത്രമേ നമുക്ക്, ഏതാനും സെക്കൻഡുകൾ മാത്രമേ നിൽക്കൂ. പക്ഷെ ആ സെക്കൻഡ് മതി ഭക്തൻ്റെ സന്തോഷമുണ്ടാവാൻ, സംതൃപ്തനാകാൻ. 3-4 മണിക്കൂർ ക്യൂ നിന്നിട്ട് ഭഗവാനെ ശരിക്ക് കാണാനൊരു ഭക്തന് കിട്ടുന്ന സമയം എത്രയാണ്? വളരെ ചുരുങ്ങിയ സമയമാണ്. പക്ഷെ അതിൽ തൃപ്തി അടയുന്നല്ലോ, അതല്ലേ വീണ്ടും വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ പരാതിപ്പെടും, ഇത്രയൊക്കെ നേരം കാത്തു നിന്ന് ഒരു അവസാനം ഒന്ന് നോക്കാനും കൂടി എന്തിനു ഗുരുവായൂർ പോകണം എന്നൊരു ഭക്തനും പറയുന്നത് കേട്ടിട്ടില്ല. അത് മതി, അതിൻ്റെ ആകർഷണീയത്വം. അതാണ് 2ാമത്തെ ശ്ലോകത്തിൽ വളരെ മനോഹരമായിട്ട് വിശദീകരിച്ചിരിക്കുന്നത്. പിന്നെ 3ാമത്തെ ശ്ലോകമാണ് യത്രൈലോക്യ മഹിമായസോപി വിഹിതം ഹേ വിഷ്ണോ വിഭോ സർവവ്യാപിയായ വിഷ്ണു ഭഗവാനെ യത് ഏതൊന്ന് ത്രൈലോക്യമഹീയസ അഭിമഹിതം 3 ലോകങ്ങളിലും പൂജിക്കപ്പെടേണ്ടതിൽ വെച്ച് സർവദാ പൂജാർഹവും മോഹനാത് സമ്മോഹനം മോഹിപ്പിക്കപ്പെടുന്ന വസ്തുക്കളിൽ വെച്ച് അതിമോഹനമായതും. അപ്പോൾ പ്രയോഗം ശ്രദ്ധിക്കണം. കാന്തി നിധാനത അഭികാന്തം തേജോനിധിയേക്കാളും തേജസ്വിയായതും മാധുര്യാധുര്യാദവിമധുരം പരമമാധുര്യത്തിൻ്റെ മധുരമായതും സൗന്ദര്യോത്തരത അഭിസുന്ദരതരം ഏറ്റവും സൗന്ദര്യമുള്ളതിനേക്കാളും അതിസുന്ദരവും ആശ്ചര്യത ആശ്ചര്യം അത്ഭുത വസ്തുക്കളിൽ വെച്ച് മഹാത്ഭുതം ത്വദ്രൂപം അങ്ങയുടെ രൂപം അങ്ങയുടെ വിഗ്രഹം ഭുവനേ കസ്യ കുതുകം ന പുഷ്ണാതി ലോകത്തിൽ ആർക്കാണ് കൗതുകത്തെ ജനിപ്പിക്കാത്തത്? എല്ലാവർക്കും കൗതുകപ്രദാനം ചെയ്യുന്നതാണ് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം എന്നിവിടെ ഭംഗിയായിട്ട് സമർത്ഥിക്കുകയാണ്. അത് ഭക്തന്മാർ വായിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ആ ഗുരുവായൂരപ്പ വിഗ്രഹം തെളിയണം. അവിടെയാണ് നാരായണീയ വായനയുടെ സാക്ഷാത്കാരം. അതിങ്ങനെ ഓരോ സംസ്കൃത വാക്കുകൾ ഇങ്ങനെ പ്രയോഗിച്ചു പോകുന്നു എന്നതിലല്ല. അതിൽ ഓരോ വാക്കുകൾക്കും ഉള്ള അർത്ഥം ഈ വായിക്കുന്ന ആൾ മനസ്സിലാക്കി മനസ്സിൽ അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലനം ഉണ്ടാകണം. അതാണ് ഇത്രയും വ്യക്തമാക്കുന്നത് ഭട്ടതിരിപ്പാട്. ആ ഗുരുവായൂരപ്പ വിഗ്രഹത്തിൻ്റെ മഹത്വമാണ് പറയുന്നത്. ഗുരുവായൂരപ്പനെ ഇവിടെ വിഗ്രഹരൂപത്തിലല്ലേ നമ്മൾ കാണുന്നുള്ളൂ. യഥാർത്ഥ ഗുരുവായൂരപ്പനെ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ആ വിഗ്രഹം തന്നെ യഥാർത്ഥ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു കണ്ടാലുള്ള അനുഭവമാണ് ഭക്തന്മാരുടെ ഉള്ളിൽ നിലനിൽക്കുന്നത് എന്ന് സമർത്ഥിക്കുകയാണ്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിന് ഇത്രയധികം മഹത്വം ലഭിക്കുന്നത് നമ്മുടെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ ഈ നാരായണീയം എന്ന കാവ്യത്തിൽ നിന്നാണ്. അതാണല്ലോ പല സ്ഥലങ്ങളിൽ നിന്നും ഗുരുവായൂരേക്ക് ഭക്തന്മാർ ഒഴുകിയെത്തുന്നത് ആ ഒരു ദർശനത്തിന് വേണ്ടിയിട്ട്. അത് വളരെ വ്യക്തമാക്കണം അദ്ദേഹത്തിൻ്റെ ഈ 3ാമത്തെ ഈ ശ്ലോകത്തിലൂടെ. പിന്നെ എല്ലാം ആ സൂപ്പർലേറ്റീവാണ്. ഏറ്റവും പ്രഥമമായ അല്ലെങ്കിൽ മാക്സിമത്തിലാണ് പറയുന്നത്. ഭഗവാന്റെ അതായത് മോഹിപ്പിക്കുന്ന വസ്തുക്കൾ ധാരാളം ലോകത്തിലുണ്ട്.
പക്ഷേ ആ മോഹിപ്പിക്കുന്ന വസ്തുക്കളെക്കാളും മോഹിപ്പിക്കുന്നതാണ് ഭഗവാന്റെ വിഗ്രഹം എന്നാണ് പറയുന്നത്. ഏറ്റവും മോഹിപ്പിക്കപ്പെടുന്ന ലോകത്തിലെ വസ്തുക്കൾ ഇങ്ങനെ നിരത്തി വച്ചിരിക്കുന്നു. അവിടെ ഭഗവാന്റെ ഈ ഗുരുവായൂരപ്പ വിഗ്രഹം വയ്ക്കുമ്പോൾ ബാക്കിയുള്ള അവിടെ മുമ്പേ ഉള്ളതിനൊന്നും പ്രസക്തി ഇല്ലാതാവുന്നു. അത്രയും മോഹിപ്പിക്കപ്പെടുന്നതാണ്. തേജസ്സോ, ലോകത്തിൽ ഏതിനാണ് ഏറ്റവും അധികം തേജസ്സുള്ളത്? ആ തേജസ്സിനേക്കാളും ഏറ്റവും തേജസ്സുള്ളത് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ എന്ന തലത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഒറിജിനലാണ്. ഇതൊരു കലാപരമായി ഉണ്ടാക്കിയൊരു വിഗ്രഹത്തിനേക്കാളും ഉപരി അത് നമുക്ക് ചൈതന്യവും ജീവനും നൽകുന്ന യഥാർത്ഥ ദേഹം തന്നെയാണ്, ഭഗവാന്റെ ദേഹം തന്നെയാണ് നമ്മൾ ദർശിക്കുന്നത് എന്ന പ്രതീതിയാണ് നമ്മൾ ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കുന്നത്. പിന്നെ പ്രഥമ ദർശനത്തിൽ തന്നെ, ഒറ്റ നോട്ടത്തിൽ തന്നെ സർവരെയും ആകർഷിക്കുന്ന പാതാളാഞ്ജന ശിലയിൽ, അങ്ങനെ ഒരു കല്ലുകൊണ്ടാണ് അത്ര അത് നിർമ്മിച്ചിരിക്കുന്നത്, പാതാളാഞ്ജന ശില. ഗുരുവായൂരപ്പ വിഗ്രഹം വലുപ്പത്തിൽ പറയാണ്, വൈകുണ്ഠത്തിൽ മഹാവിഷ്ണു സ്വയം പൂജിച്ച വിഗ്രഹമത്രേന്ന്. ഗുരുവായൂരിൽ കാണുന്ന വിഗ്രഹം ഒരു സാധാരണ ഭൂമിയിലുള്ളൊരു ശില്പി കൊത്തി ഉണ്ടാക്കിയതല്ല എന്നാണ് പറയുന്നത്. വൈകുണ്ഠത്തിൽ മഹാവിഷ്ണു സ്വയം പൂജിച്ചു ആ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തെ. അങ്ങനെ ഒരു പ്രാധാന്യം ഭക്തന്മാരെ മനസ്സിൽ കടന്നു വരണം. അത് നാരായണ വായിക്കുമ്പോഴേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് പിന്നീട് കാലപ്രവാഹം, കാലം കുറേ മാറിയപ്പോൾ അത് ഗുരുവിൻ്റെയും വായുവിൻ്റെയും കയ്യിലേക്ക് എത്തി എന്നാണ് പറഞ്ഞത്, എത്തിച്ചേർന്നു എന്നാണ് പറഞ്ഞത്. അതിങ്ങനെ പലരാലും കൈമാറി ആ ശ്രീവൈകുണ്ഠത്തിൽ മഹാവിഷ്ണു പൂജിച്ച വിഗ്രഹം ഓരോ കാലങ്ങളും കഴിഞ്ഞപ്പോൾ അത് പലരിലൂടെ കൈമാറി അത് വായുവിലും ഗുരുവിലും എത്തിച്ചേർന്നു. ആ വായുവും ഗുരുവുമാണ് ഈ ഗുരുവായൂരപ്പ ക്ഷേത്രത്തിൽ ആ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. അതാണല്ലോ ഗുരുവായൂർ എന്ന് പറയാനുള്ള കാരണം. അതിന് ചരിത്രവും കൂടി ഇതിൽ അനാവരണം ചെയ്യുന്നു മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്. അപ്പോൾ ഇതിൽ ആ ഓരോ മനോഹരമായ പദങ്ങൾ, സംസ്കൃതത്തിലുള്ള മനോഹരമായ പദങ്ങളാൽ ഭഗവാന്റെ വിഗ്രഹത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു, ദൃശ്യവൽക്കരിക്കുന്ന ആ രൂപത്തിൽ തന്നെയാണ്. അതാണ് നമ്മൾ വിഗ്രഹാരാധനയ്ക്ക് ഇത്രയധികം പ്രസക്തി ഉണ്ടാവാനുള്ള കാരണം എന്താ? ആ വിഗ്രഹങ്ങളിലൂടെ നമുക്ക് യഥാർത്ഥ മൂർത്തിയെ പ്രാപിക്കാൻ സാധിക്കുന്നു, മനസ്സിലേക്ക് ആവാഹിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ക്ഷേത്രത്തിലെ ഒരു വിഗ്രഹത്തെ കണ്ട് തൊഴുമ്പോൾ ആ വിഗ്രഹത്തിൽ നമ്മൾ കാണുന്നത് ആ മൂർത്തിയെയാണ്, അല്ലാതെ കല്ലിനെയല്ല. അതാണ് യഥാർത്ഥത്തിൻ്റെ ദർശനം എന്ന് പറയുന്നത്. അപ്പോൾ വിഗ്രഹം മനോഹരമാക്കുന്നതിന് ഉദ്ദേശം എന്താ? ആ മൂർത്തി മനോഹരമായ രൂപത്തോടു കൂടിയതാണെന്ന് ചൂണ്ടിക്കാണിക്കാനാണ്. അപ്പോൾ ഈ ഒരു ചിന്ത എല്ലാ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും ഭക്തന്മാർക്കുണ്ടായിരിക്കണം. അതാണ് വിഗ്രഹം നന്നായിട്ട് അലങ്കരിച്ചിരിക്കണം എന്നൊക്കെ പറയുന്നത്. ഭഗവത് ദർശനത്തിന് ഏറ്റവും ഉചിതമായ സമയം ഭഗവാന്റെ ശരീരത്തിൽ ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് പൂർണ്ണമായ ആ ആഭരണത്തോടു കൂടിയുള്ള ആ രൂപത്തെയാണ്. ഇപ്പോൾ രാവിലെ ഭഗവാന്റെ രൂപം ആ കുളി കഴിഞ്ഞിട്ടുള്ള രൂപമാണ്, അലങ്കാരങ്ങളൊന്നുമില്ലാത്ത രൂപമാണ്. അത്താഴപൂജയോടുകൂടി അത് മുഴുവനും അഴിച്ച് വയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. ഏറ്റവും ശക്തമായ രീതിയിൽ അലങ്കാരങ്ങൾ നിൽക്കുന്നത് ഉച്ചപൂജ സമയത്താണ്. ഉച്ചപൂജയ്ക്ക് എല്ലാവിധ ആഭരണങ്ങളും വസ്ത്രങ്ങളും അണിയിച്ചിട്ടാണ് ക്ഷേത്രത്തിൽ മൂർത്തികളെ പൂജിക്കുക. അതാണ് ഉച്ചപൂജയ്ക്ക് വളരെ പ്രാധാന്യം കിട്ടാനുള്ള കാരണം. ആ സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ച്, നിവേദ്യത്തിലൂടെ ഭക്ഷണം കഴിച്ച് ഏറ്റവും അധികം സന്തുഷ്ടനായിരിക്കുന്നു മൂർത്തികൾ. എല്ലാ മൂർത്തികളെ പറ്റിയാണ് പറയും. ആ സമയത്തൊരു ദർശനം ഭക്തന്മാർ കിട്ടിയാൽ ഏറ്റവും പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പോൾ ശരിക്കും ക്ഷേത്രത്തിൽ ഭക്തന്മാർ പോകേണ്ട സമയം ഇത് പ്രകാരം ഉച്ചപൂജയ്ക്കാണ്. പക്ഷേ അത് ചില ക്ഷേത്രങ്ങൾ ഉച്ചയ്ക്ക് തന്നെ നടത്തുന്നു. ചില ക്ഷേത്രത്തിൽ ആ ഉച്ചപൂജ കുറച്ച് നേരത്തെ ഒരു 9 മണിക്കോ 10 മണിക്കോ നടക്കുന്നു. പക്ഷെങ്കിലും ഭക്തന്മാർ തൊഴാനുള്ള സമയം നിശ്ചയിക്കുമ്പോൾ ഉച്ചപൂജ തൊഴുക എന്ന അവസ്ഥയിലേക്ക്
നമ്മൾ മനസ്സ് പോകണം. പിന്നെ ആ ഉച്ചപൂജയ്ക്കുള്ള അതേ രൂപത്തിൽ തന്നെയാണ് ദീപാരാധന സമയത്തും നമ്മൾ ദർശിക്കുന്നത്. അപ്പോൾ ഉച്ചപൂജ തൊഴാൻ പറ്റിയില്ലെങ്കിൽ ദീപാരാധനയെങ്കിലും തൊഴണം ഒരു വ്യക്തി എന്നാണ് പറയുന്നത്. അത് ഉച്ചപൂജയ്ക്ക് തൊഴുതലിന് സമാനമാണ് എന്നതും കൂടി നമുക്കിതിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമസ്തേ.